ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി. 500 GK ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. 200 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു, പാർട്ട് 1 ആൻഡ് 2 ആയിട്ട്. അപ്പോൾ ഇന്ന് പാർട്ട് 3 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും വലിയ ആർട്ടറി അയോർട്ട. അപ്പൊ ഏറ്റവും വലിയ ആർട്ടറി ഏതാണ്? അയോർട്ട. ഏറ്റവും വലിയ രാജകുടുംബം ഉള്ള രാജ്യമാണ് സൗദി അറേബ്യ. ഏറ്റവും വലിയ രാജകുടുംബം ഉള്ള രാജ്യം സൗദി അറേബ്യ. ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതം. ഏറ്റവും വലിയ ഉൾക്കടൽ ഹഡ്സൺ ബേ. ഹഡ്സൺ ഉൾക്കടലാണ് ഏറ്റവും വലിയ ഉൾക്കടൽ. ഏറ്റവും വലിയ ഉരകം ഏതാണ്? മുതലയാണ് ഏറ്റവും വലിയ ഉരകം. ഏറ്റവും വലിയ ജന്തു വിഭാഗം ആർത്രോപോയിഡ് ആണ്. ഏറ്റവും വലിയ ജന്തു വിഭാഗം ആർത്രോപോഡ്. ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ അണ്ഡം ആണ് ഏറ്റവും വലിയ കോശം. ഏറ്റവും വലുപ്പമുള്ള ചെവിയുള്ള ജീവിയാണ് ആഫ്രിക്കൻ ആന. ഏറ്റവും വലുപ്പം കൂടിയ മത്സ്യം ഏതാണ്? തിമിംഗല സ്രാവാണ് ഏറ്റവും വലുപ്പം കൂടിയ മത്സ്യം. ഏറ്റവും വലുപ്പം കൂടിയ തവള ഗോലിയാത്ത് തവളയാണ് ഏറ്റവും വലുപ്പം കൂടിയ തവള. ഗോലിയാത്ത് തവള. ഏറ്റവും വലുപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജലജീവി ഏതാണ്? സ്പേം വെയിൽ ആണ് ഏറ്റവും വലുപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജലജീവി. സ്പേം വെയിൽ. ഏറ്റവും വലുപ്പം കൂടിയ ഓന്ത് കോമഡോ ഡ്രാഗൺ. കോമഡോ ഡ്രാഗൺ ആണ് ഏറ്റവും വലുപ്പം കൂടിയ ഓന്ത്. ഏറ്റവും വിസ്തീർണം കൂടിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യ ആണ് ഏറ്റവും വിസ്തീർണം കൂടിയ ഗൾഫ് രാജ്യം. ഏറ്റവും വിസ്തീർണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം ഏതാണ്? കാനഡയാണ്. ഏറ്റവും വീതി കൂടിയ കടലിടുക്കാണ് ഡേവിസ്. ഏറ്റവും വീതി കൂടിയ കടലിടുക്ക് ഏതാണ്? ഡേവിസ് ആണ്. ഏറ്റവും വൃത്താകാരമായ പ്രദക്ഷിണ പദമുള്ള ഗ്രഹം ആണ് ശുക്രൻ. വൃത്താകാരമായ പ്രദക്ഷിണ പദമുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ, വീനസ് ആണ്. ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യ തലസ്ഥാനമാണ് റെയ്ക് ജാവിക്. ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യ തലസ്ഥാനം ഏതാണ്? റെയ്ക് ജാവിക് ആണ്. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ രാജാവ് ആരാണ്? ബാബർ ആണ്. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച സുൽത്താനേറ്റ് വംശം ഖിൽജി വംശമാണ്. 1290 മുതൽ 1320 വരെയാണ് അവർ ഭരിച്ചത്. ഏറ്റവും കുറച്ചു കാലം പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഏറ്റവും കൂടുതൽ പത്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഉത്തർപ്രദേശ് ആണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ വാരിയലുകളുള്ള ജീവി ഏതാണ്? പാമ്പാണ്. ഏറ്റവും സാധാരണമായ കരൾ രോഗം ആണ് മഞ്ഞപ്പിത്തം. ഏറ്റവും ചെറിയ മനുഷ്യകോശം ഏതാണ്? ബീജമാണ് ഏറ്റവും ചെറിയ മനുഷ്യകോശം. ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡ് ആണ് ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി സ്വിഫ്റ്റ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുള. ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. ഏറ്റവും വേഗമേറിയ സസ്തനി ഏതാണ്? ചീറ്റയാണ്. ഏറ്റവും വേഗം കൂടിയ പാമ്പ് ആഫ്രിക്കൻ മാമ്പയാണ് ഏറ്റവും വേഗം കൂടിയ പാമ്പ്. ഏറ്റവും വേഗം കൂടിയ ഹൃദയമിടിപ്പുള്ള സസ്തനം ഷ്യൂ ആണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കവും തിളനിലയുമുള്ള ലോഹം ഏതാണ്? മെർക്കുറിയാണ്. ഏറ്റവും താണ ഊഷ്മാവിൽ ജീവിക്കാൻ കഴിയുന്ന പക്ഷിയാണ് എംപയർ പെൻഗ്വിൻ. ഏറ്റവും താണ ഊഷ്മാവിൽ ജീവിക്കാൻ കഴിയുന്ന പക്ഷി എംപയർ പെൻഗ്വിൻ. ഏലത്തിന്റെ ജന്മദേശം ഏതാണ്? ദക്ഷിണേന്ത്യയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ലാൻഡ് ഓഫ് 7 ഐലൻഡ്സ്. 7 മലകളുടെ നഗരം എന്നറിയപ്പെടുന്നതോ റോം ആണ്. ഏകാന്ത ദ്വീപ് എന്നറിയപ്പെടുന്നത് ട്രിസ്റ്റൻ ഡി കുൻഹ. ട്രിസ്റ്റൻ ഡി കുൻഹയാണ് ഏകാന്തമായ ദ്വീപ് എന്നറിയപ്പെടുന്നത്. ഏകദിന ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികച്ച ആദ്യ കളിക്കാരനാണ് വസീം അക്രം. ഏകദിന ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികച്ച ആദ്യ കളിക്കാരൻ വസീം അക്രം. ഏഷ്യ, യൂറോപ്പ്,
ആഫ്രിക്ക എന്നീ വൻകരകളുടെ സംഗമസ്ഥാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപരാഷ്ട്രമാണ് സൈപ്രസ്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ വൻകരകളുടെ സംഗമ സ്ഥാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപരാഷ്ട്രം സൈപ്രസ് ആണ്. ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാണ്? ഖത്തറാണ്. ഏഷ്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട യുദ്ധമാണ് കുളച്ചൽ യുദ്ധം 1741. ഓർത്തിരിക്കുക. ഏഷ്യയിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ രാജ്യമാണ് മാലിദ്വീപ്. ഏഷ്യയിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. ഏഷ്യയുടെ നൊബേൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? മാക്സസെ അവാർഡാണ്. എഴോം 2 ഏതിനം വിത്താണ്? നെല്ല് വിത്താണ്. നെല്ലിനമാണ് എഴോം 2. ഏത് രാജ്യത്തിനെതിരെ ഉണ്ടായ നടപടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കാരണമായത്? തുർക്കി രാജ്യത്തിന് എതിരെ ഉണ്ടായ നടപടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കാരണമായത്. ഏത് രാജ്യത്തിന്റെ പഴയ പേരാണ്? ജെറ്റ്ലാൻഡ്. ഏത് രാജ്യത്തിന്റെ പഴയ പേരാണ് ജെറ്റ്ലാൻഡ്? ഡെൻമാർക്ക്. ഏത് രാജ്യത്തിന്റെ നാണയമാണ് ക്രോണ? സ്വീഡന്റെ നാണയമാണ് ക്രോണ. ഏത് രാജ്യത്തിന്റെ പഴയ പേരാണ് ഹെൽവേഷ്യ? സ്വിറ്റ്സർലൻഡിന്റെ പഴയ പേരാണ് ഹെൽവേഷ്യ. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് മാതൃകാ ഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ബ്രിട്ടന്റെ ഭരണഘടനയാണ് മാതൃകാ ഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഏത് രാജ്യത്തിന്റെ വിമാന സർവീസാണ് സബീന? ബെൽജിയത്തിന്റെ വിമാന സർവീസാണ് ഏത്? സബീന. ഏത് രാജ്യത്തിന്റെ കോളനിയാണ് ജിബ്രാൾട്ടർ? ഇംഗ്ലണ്ടിന്റെ കോളനി ആയിരുന്നു ജിബ്രാൾട്ടർ. ഏത് രാജ്യത്തിന്റെ ദേശീയ ചിഹ്നമാണ് ഒലീവ് ശിഖരം? ഗ്രീസിന്റെ. ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഉലാൻ ബേറ്റർ? മംഗോളിയയുടെ തലസ്ഥാനമാണ് ഉലാൻ ബേറ്റർ. ഏത് രാജ്യത്ത് വെച്ചാണ് റഷ്യൻ വിപ്ലവ നേതാവ് ട്രോട്സ്കി വധിക്കപ്പെട്ടത്? മെക്സിക്കോയിൽ വെച്ചാണ് ട്രോട്സ്കി വധിക്കപ്പെട്ടത്. ഏത് രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യൂപങ്ചർ? ചൈനയിലെ ചികിത്സാ സമ്പ്രദായമാണ് എന്ത്? അക്യൂപങ്ചർ. ഏത് രാജ്യമാണ് അലാസ്ക പ്രദേശം USA നൽകിയത്? റഷ്യയാണ് അലാസ്ക USA നൽകിയത്. ഏത് രാജ്യത്തെ പ്രധാന ഭാഷയാണ് ദാരി? അഫ്ഗാനിസ്ഥാനിലെ പ്രധാന ഭാഷയാണ് എന്ത്? ദാരി. ഏത് വിജയനഗര രാജാവിന്റെ കാലത്തെ കുറിച്ചാണ് ഇബൻ ബത്തൂത്ത തന്റെ റഹ്ല എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്? ഹരിഹരൻ ഒന്നാമനെ പറ്റിയാണ് ഇബൻ ബത്തൂത്ത തന്റെ റഹ്ല എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഹരിഹരൻ ഒന്നാമൻ. ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ് കൊല്ലം? കശുവണ്ടി വ്യവസായത്തിന്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് സ്വന്തം ഭരണഘടനയുള്ളത്? ജമ്മു കാശ്മീരിനാണ്. ഏത് രാജാവിന്റെ കാലത്താണ് ബുദ്ധൻ മരിച്ചത്? അജാതശത്രുവിന്റെ കാലത്താണ് ബുദ്ധൻ മരിച്ചത്. ഏത് രാജ്യത്തെ കറൻസിയാണ് നാഗ്ഫ? എറിത്രിയയുടെ കറൻസിയാണ് നാഗ്ഫ. ഏത് രാജ്യത്തോടാണ് ഫ്രാൻസ് ശതവർഷ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്? ഇംഗ്ലണ്ടിനോടാണ്. ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അഥവാ ഡെൻസിറ്റി ഉള്ളത്. ഏത് ഊഷ്മാവിലാണ് തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത്? -40ലാണ്. ഏത് വൻകരയിലാണ് ഗോബി മരുഭൂമി? ഏഷ്യയിലാണ് ഗോബി മരുഭൂമി. ഏത് വൻകരയിലെ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിച്ചത്? യൂറോപ്പ് എന്ന വൻകരയിലെ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിച്ചത്. ഏത് വൻകരയിലെ ഉയരം കൂടിയ ഭാഗമാണ് വിൻസെന്റ് മാസിഫ്? അന്റാർട്ടിക്കയിലെ ഉയരം കൂടിയ ഭാഗമാണ് വിൻസെന്റ് മാസിഫ്. ഏത് വൻകരയെയാണ് ജിബ്രാൾട്ടർ കടലിടുക്ക് ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്നത്? യൂറോപ്പിനെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്കാണ് എന്ത്? ജിബ്രാൾട്ടർ കടലിടുക്ക്. ഓർത്തിരിക്കുക. ഏത് വാതകം സസ്യ എണ്ണയിലൂടെ കടത്തിവിട്ടാലാണ് വനസ്പതി നിർമ്മിക്കുന്നത്? ഹൈഡ്രജൻ. ഏത് വിഷയത്തിലെ നൊബേൽ സമ്മാനമാണ് ആൽഫ്രഡ് നൊബേൽ ഏർപ്പെടുത്തിയത് അല്ലാത്തത്? എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏർപ്പെടുത്തിയത് ആൽഫ്രഡ് നൊബേൽ അല്ല. ഏത് വംശത്തിന്റെ ഭരണകാലമാണ് പ്രാചീന ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്? ഗുപ്ത കാലഘട്ടമാണ് സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഗുപ്ത വംശം. ഏത് കമ്പ്യൂട്ടർ കമ്പനിയാണ് ആദ്യമായി മൗസ് പ്രചാരത്തിൽ കൊണ്ടുവന്നത്? ആപ്പിൾ കോർപ്പറേഷനാണ് ആദ്യമായി മൗസ് പ്രചാരത്തിൽ കൊണ്ടുവന്നത്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത്? ഹിൽട്ടണിയൻ കമ്മീഷന്റെ. ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി? അഷ്ടമുടിക്കായൽ.
ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണയ്ക്കാണ് ആവർത്തന പട്ടികയിലെ 100ാമത്തെ മൂലകത്തിന് പേരിട്ടിരിക്കുന്നത്? എൻറിക്കോ ഫെർമി. ഫെർമിയം എന്നതാണ് 100ാമത്തെ മൂലകം. ഏത് സമുദ്രത്തിലാണ് മെഡഗാസ്കർ? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് മെഡഗാസ്കർ സ്ഥിതി ചെയ്യുന്നത്. ഏത് സമുദ്രത്തിലാണ് അങ്കോള പ്രവാഹം? അറ്റ്ലാന്റിക്കിലാണ് അങ്കോള പ്രവാഹം. ഏത് സമുദ്രത്തിലാണ് സഖലിൻ ദ്വീപ്? പസഫിക്കിലാണ് സഖലിൻ ദ്വീപ്. ഓർത്തിരിക്കുക. ഏത് സമുദ്രത്തിലാണ് നൈൽ പതിക്കുന്നത്? മെഡിറ്ററേനിയൻ കടലിലാണ് നൈൽ പതിക്കുന്നത്. ഏത് സമുദ്രത്തിലാണ് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത്. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ എന്തായിരുന്നു? ഏത് സമുദ്രത്തിലാണ് അങ്കോള പ്രവാഹം? അതും അറ്റ്ലാന്റിക്കിലാണ്. ഏത് സമുദ്ര തീരത്താണ് സാൻ ഫ്രാൻസിസ്കോ? പസഫിക് സമുദ്ര തീരത്താണ് സാൻ ഫ്രാൻസിസ്കോ. ഏത് സിഖ് ഗുരുവിന് ശേഷമാണ് ഗുരുപദം പൈതൃക രീതിയിലായി മാറിയത്? രാംദാസിന് ശേഷമാണ് ഗുരുപദം പൈതൃക രീതിയിലായി മാറിയത്. ഏത് സിഖ് ഗുരുവാണ് പഹുൽ സമ്പ്രദായം നടപ്പിലാക്കിയത്? ഗോവിന്ദ് സിംഗ്. ഗുരു ഗോവിന്ദ് സിംഗ് ആണ് പഹുൽ സമ്പ്രദായം നടപ്പിലാക്കിയത്. പഹുൽ. ഏത് ഗുപ്ത രാജാവിന്റെ കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണ് ഫാഹിയാന്റെ കൃതികളിൽ വിവരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണ് ഫാഹിയാന്റെ കൃതികളിൽ വിവരിക്കുന്നത്. ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്ത രൂപമാണ് റൌഫ്? കാശ്മീരിലെ. ഏത് ദൈവത്തെയാണ് ആഴ്വാർമാർ ആരാധിക്കുന്നത്? വിഷ്ണുവിനെയാണ് ആഴ്വാർമാർ ആരാധിക്കുന്നത്. ഏത് തെന്നിന്ത്യൻ സംസ്ഥാനത്താണ് പോയിന്റ് കാലിമർ എന്ന വന്യജീവി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ് പോയിന്റ് കാലിമർ എന്ന വന്യജീവി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് WC ബാനർജി 2ാം ഊഴത്തിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്? 1892 അലഹാബാദ് സെഷനിൽ വെച്ചിട്ടാണ് WC ബാനർജി 2ാമതും എന്താവുന്നത്? INC പ്രസിഡന്റ് ആവുന്നത്. 1892 അലഹാബാദ്. ഏത് തടാകത്തിനരികിലാണ് ഹസ്രത് ബാൽ പള്ളി? ദാൽ തടാകത്തിനരികിലാണ്. ഏത് തടാകത്തിലാണ് ജിബ്രാൾട്ടർ പാറ? ഹുസൈൻ സാഗർ തടാകത്തിലാണ് ജിബ്രാൾട്ടർ പാറ. ഏത് വംശത്തിനു ശേഷമാണ് സേനന്മാർ ബംഗാളിൽ അധികാരത്തിൽ വന്നത്? പാലാ വംശത്തിനു ശേഷമാണ് സേനന്മാർ ബംഗാളിൽ അധികാരത്തിൽ വന്നത്. ഏത് വംശമാണ് തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനാൽ സ്ഥാപിതമായത്? പാലാ വംശമാണ് തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനാൽ സ്ഥാപിതമായത്. ഏത് തുഗ്ലക് സുൽത്താന്റെ കാലത്താണ് വിജയനഗര സാമ്രാജ്യവും ബാമിനി വംശവും സ്ഥാപിക്കപ്പെട്ടത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ് വിജയനഗര സാമ്രാജ്യവും ബാമിനി വംശവും സ്ഥാപിക്കപ്പെട്ടത്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ നായകന്റെ പേരെന്താ? രവി എന്നാണ്. O ചന്തുമേനോന്റെ പൂർത്തിയാക്കാനാകാത്ത നോവലാണ് ശാരദ. O ഹെൻറി ആരുടെ തൂലികാ നാമമാണ്? വില്യം സിഡ്നി പോർട്ടർ. വില്യം സിഡ്നി പോർട്ടറിന്റെ തൂലികാ നാമമാണ് O ഹെൻറി. അടുത്ത ചോദ്യം, വധിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ആണ്. വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രി LN മിശ്രയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ 100 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത 100 ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതാണ്. അപ്പൊ കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്